ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള മൊഡ്യൂൾ 8 വരെയുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മൊഡ്യൂൾ 9ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത ദിവസം മൊഡ്യൂൾ 10 കൂടി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ സീരീസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിസ്റ്റം കൂടെ പാർട്ട് 2 കൂടി നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിവേ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ അറിയിക്കുക. പവർ ജനറേഷൻ, ഓക്കെ, അതാണ് 73 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് ഈസ് നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് ഇൻ ദ സൈറ്റ് സെലക്ഷൻ ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നോട്ട് എ മേജർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. നോട്ട് എ മേജർ ക്രൈറ്റീരിയ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ മേജർ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മേജർ ക്രൈറ്റീരിയ തന്നെയാണ്. കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ് അതും മേജർ തന്നെയാണ്. കാരണം വെച്ചാൽ ഏത് ലാൻഡ് എവിടെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ വേണം അല്ലെ. ഹിൽ ഏരിയാസ് അങ്ങനെയുള്ളതിലൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആയതുകൊണ്ടാണ്. ലോഡ് സെന്റർ എന്താ ഒരു മേജർ കൺസിഡറബിൾ പോയിന്റ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഹാസ് എൻ ഓപ്പറേറ്റിംഗ് ഹെഡ്. ഓപ്പറേറ്റിംഗ് ഹെഡ് ബിലോ 30 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോ ഹെഡ് എന്ന് പറയുന്നുണ്ടാവുക. അല്ല, ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എവിടെ ആയിരിക്കണം, ഹില്ലി ഏരിയയിലായിരിക്കണം അല്ലെ. ഹില്ലി ഏരിയാസിലായിരിക്കണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് സബ് ടാങ്ക് ഈസ് യൂസ്ഡ് ടു ദി ഫംഗ്ഷൻ ഓഫ് സബ് ടാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. സബ് ടാങ്ക് ഈ സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ അങ്ങനെയുള്ളതൊക്കെ എന്താ പറയണ്ടേ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. എന്തിനാ, നമുക്ക് അവിടെ വാട്ടർ ഹാമറിങ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ പെൻ സ്റ്റോക്കിലുള്ള വാട്ടർ ഹാമറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു പ്രഷർ ഡിഫറൻസ് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ സബ്ജ് ടാങ്ക് വെച്ചേക്കുന്നത്. ടു അവോയ്ഡ് ദി വാട്ടർ ഹാമറിങ് ഇൻ പെൻ സ്റ്റോക്ക്. ഫോർ ലോ ഡിസ്ചാർജ് തന്നെ ഹൈ ലോഡ് ദ വാട്ടർ ടർബൈൻ യൂസിങ് ഈസ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് KFP, കപ്ലാൻ ഫ്രാൻസിസ് പെൽട്ടൺ. കപ്ലാൻ ഫ്രാൻസിസ് പെൽട്ടൺ. അതിൽ നമ്മളവിടെ ലോ മീഡിയം ഹൈ എന്നുള്ള രീതിയിലല്ല, KFC അല്ല KFP എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്താ പറയണ്ടേ കോഡൊക്കെ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ലോ ഡിസ്ചാർജ് ഹൈ ഹെഡ് ആണ്, ഹൈ ലോഡ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പെൽട്ടൺ ടർബൈൻ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പെൽട്ടൺ. The part which reduces the water hammering effect in hydroelectric power plant system is വാട്ടർ ഹാമറിങ്. നേരത്തെ പറഞ്ഞെന്താ സബ്ജ് ടാങ്ക്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. The type of generators used in hydroelectric power plants are usually സാലിയന്റ് പോൾ ആൾട്ടർനേറ്റേഴ്സ് ആണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സാലിയന്റ് പോൾ ആൾട്ടർനേറ്റർ, കാരണം എന്താ ലോവർ സ്പീഡിലായിട്ട് റൺ ചെയ്യുന്നുണ്ടാവുക. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സബ്ജ് ടാങ്ക് ഈസ് യൂസ്. ഞാൻ പറഞ്ഞില്ലേ സബ്ജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സബ്ജ് ടാങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു റിലീവ് ദി വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദി പെൻ സ്റ്റോക്ക് പൈപ്പ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ. ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ഹൈഡൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ യൂസ് ഡേസ്. വീണ്ടും നമ്മളവിടെ പറഞ്ഞു ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ഏതാ, പെൽട്ടൺ അല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റർ ഇസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതേ തന്നെ എന്താ സാലിയന്റ് പോൾ. ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദ പെൽട്ടൺ വീൽ ഈസ് യൂസ്ഡ് ഫോർ. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചിട്ട് ചോദിച്ചു അല്ലെ. എപ്പോഴാ ഹൈ ഹെഡിനാണ് അല്ലെ. ഹൈ ഹെഡ്. ഓക്കെ, ഹൈ ഹെഡിനാണ് തെറ്റിക്കല്ലേ. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സബ്ജ് ടാങ്ക് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. വീണ്ടും പറഞ്ഞു കണ്ടില്ലേ. ഇതാണ് അതായത് എന്താ പറയുക ഈ സബ്ജ് ടാങ്ക് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ടു ലിമിറ്റ് ദി അബ്നോർമൽ പ്രഷർ ഇൻ ദി പെൻ സ്റ്റോക്ക് അല്ലെ. അബ്നോർമൽ പ്രഷർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മുടെ സബ്ജ് ടാങ്ക് അവിടെ വെച്ചേക്കുന്നത്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ്
ഏത് അഡ്വാൻറ്റേജ് വരുന്നത്? വെരി സ്മോൾ റണ്ണിങ് കോസ്റ്റ് സ്മോൾ ആണ്. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ റിക്വയർ ലെസ് മെയിൻ്റെനൻസ് കറക്റ്റ് ആണ്. ഫ്രീ ഫ്രം പൊല്യൂഷൻ കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദീസ് അല്ലെ, ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. വിച്ച് ആർ ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി വാട്ടർ ടർബൈൻസ്? വാട്ടർ ടർബൈൻസിന്റെ കേസിൽ ഏത് വരിക? Hudson, Kaplan reaction turbines, water turbines are generally classified impulse and reaction turbines. Impulse turbines are used for high head. Okay, എല്ലാം correct അല്ലേ? Which of the following is penstock protection device used in hydroelectric plant? കണ്ടല്ലേ, ഇത് വീണ്ടും എന്താ പറയണ്ടേ, സർജ് ടാങ്കുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. സർജ് ടാങ്കോ അവിടെ എയർ വാൾവും ഉണ്ടാവും അല്ലെ. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയാസ് ചോദിച്ചപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഹില്ലി ഏരിയാസ്, പിന്നെ സർജ് ടാങ്കിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, പിന്നെ ഏത് ടൈപ്സ് ഓഫ് ടർബൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അത് ഇനിയും KCB വർക്കറിന് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ന്യൂക്ലിയർ പവർ ജനറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ലെസ് മോഡറേറ്റർ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക ഗ്രാഫൈറ്റ് ആണ് മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതേപോലെ ആ ഒരു എലമെന്റ്സും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാതെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. In nuclear power section, the graphite is used for. ഗ്രാഫൈറ്റ് മോഡറേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതായത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നുണ്ടാവുക ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഗ്രാഫൈറ്റ്. അതേപോലെ തിരിച്ചു മറിച്ചു ഈ ന്യൂക്ലിയർ റിയാക്ടർ യൂഷ്വലി ഫംഗ്ഷൻ എന്താണ്? ഫിഷൻ ആണോ അല്ലെങ്കിൽ ഫ്യൂഷൻ ആണോ? ബോത്ത് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ആണോ? ഏതൊരു ഫിഷൻ ആണല്ലേ, ഫിഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദ മോഡറേറ്റർ ഈസ് എ പാർട്ട് ഓഫ്. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പാർട്ടാണ്. വിച്ച് വൺ among the following statement is not true regarding the nuclear power station? നോട്ട് ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ട്രൂ. നമുക്ക് അവിടെ എന്താ പറയുക, ഫ്രീക്വന്റ്ലി വേരിങ് ലോഡിന്റെ കേസിൽ അപ്ലൈ ആവാൻ പറ്റുമോ? ഇല്ല. കോൺസ്റ്റന്റ് ലോഡ് ആണെങ്കിലായിരിക്കും സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂറായിട്ട് യുറാനിയം-235 ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. യുറാനിയം-235 ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. Which of the following statements are correct? Cadmium is used as a control in nuclear reactor. Correct ആണ്. The moderator slows down the neutrons before they bombard the fuel rods in the nuclear reactor. Correct ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ ന്യൂക്ലിയർ ഫ്യൂവലിന് സബ്ജക്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ? അല്ല. അപ്പൊ അവിടെ ബോത്ത് 1 and 2 അല്ലേ? Heat produced by 1 kg of nuclear fuel is equal to that produced by 1 kg ആണ് പറയുന്നത്. 1 kg എന്ന് പറയുമ്പോൾ 2750 ടൺ ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ബയോഗ്യാസ് കൺസിസ്റ്റ് ഓഫ്. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ അവിടെ മീഥേനും ഉണ്ടാവും, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഉണ്ടാവുക. മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് സം ഇമ്പ്യൂരിറ്റീസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദ ടൈഡൽ പവർ പ്ലാന്റ് ടർബൈൻസ് യൂഷ്വലി എംപ്ലോയിഡ് ഇൻ. ടൈഡൽ പവർ പ്ലാന്റ് ടർബൈൻ എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ ടൈപ്പ് ആയിരിക്കില്ലേ? ഓപ്ഷൻ ബി ആണ്. കണ്ടക്റ്റീവ് മീഡിയ ഇൻ MHD ടണലീസ്. പ്ലാസ്മയാണ് തോന്നുന്നു. ഇതൊന്നും അവിടെ നിൽക്കട്ടെ. മെൻഷൻ ദ മെയിൻ കമ്പണന്റ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിന്റെ മെയിൻ കമ്പണന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ മീഥെയിൻ ആണ്. എ ഡാം ലൈക്ക് സ്ട്രക്ചർ ബിൽഡ് അക്രോസ് ദ എൻട്രൻസ് ഓഫ് ഗൾഫിൻ ടൈഡൽ പവർ പ്ലാന്റ് ഈസ് നോൺ ആസ്. അതായത് ഡാം ലൈക്ക് സ്ട്രക്ചർ ടൈഡൽ പവർ പ്ലാന്റ് ബാരേജ് അല്ലേ, സ്പിൽവേസ് ആണോ? അല്ല, ബാരേജ് ആണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിമാൻഡ് ഫാക്ടർ ഇൻടു കണക്റ്റഡ് ലോഡ് ഈസ്. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ് അല്ലെ.
അപ്പൊ ഡിമാൻഡ് ഫാക്ടർ ഇൻടു കണക്റ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ഡിമാൻഡ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. വിച്ച് വൺ among the following condition is most desirable for a power station? എന്തായിരിക്കണം? ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നുണ്ടാവുക. രണ്ടും എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ഹൈ ലോഡ് ഫാക്ടർ ആയിരിക്കണം. അതേപോലെ എന്താ ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആയിരിക്കണം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. വിച്ച് കണ്ടീഷൻ ഈസ് നോട്ട് കോസ് ഫോർ ദ പവർ ലോസ് ഇൻ സോളാർ പാനൽസ്? സോളാർ പാനൽസിന്റെ കേസിൽ അവിടെ എന്താ ലോഡ് ആണല്ലേ, ലോഡിങ്. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. സോളാർ സെല്ലർ മേഡപ്പ് ഓഫ്. സോളാർ സെല്ലർ മേഡപ്പ് ഓഫ് ഏതാ? സിലിക്കൺ അല്ലേ വരിക? ഓപ്ഷൻ സി ആണ്. സോളാർ സെൽ കൺവേർട്ട് ചെയ്യും. സോളാർ സെൽ എന്താ? സോളാർ എനർജിന്ന് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. സോളാർ പി വി മൊഡ്യൂൾ എഫിഷ്യൻസി വിൽ ഓൾവേസ് ബി എന്തായിരിക്കണം? ഓരോ മൊഡ്യൂളിലെ എഫിഷ്യൻസി നമ്മൾ സെൽ എഫിഷ്യൻസിനെക്കാട്ടും പ്ലസ് ആയിരിക്കണം അല്ലെ? ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. സോളാർ പാനൽ ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. സോളാർ പാനൽ ഔട്ട്പുട്ട് ജിയോഗ്രാഫിക് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, സീസണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ടൈം ഓഫ് ദ ഡേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ബാറ്ററിയുടെ ഏജ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. യൂണിറ്റ് ഓഫ് സോളാർ ഇറേഡിയൻസീസ് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓക്കെ. എം പി പി ടി ഇസ് നോട്ട് യൂസ്ഡ്. എം പി പി ടി എന്താ നമ്മളവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സോളാറിലും അതേപോലെ വിൻഡിലും നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഹൈഡ്രോ ഇലക്ട്രിക്കിൽ എം പി പി ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കംപ്ലൈൻസ് വിത്ത് റെസ്പെക്ട് ടു സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റംസ്. കറക്റ്റ്. ഫസ്റ്റ് എന്താ പി വി സെൽ ഉണ്ടാവും, പിന്നെ പി വി സെല്ലിന് എല്ലാം കൂടി കൂട്ടിയിട്ട് പി വി മൊഡ്യൂൾ ഉണ്ടാവും, പി വി മൊഡ്യൂളിന് പി വി പാനൽ ഉണ്ടാവും, പിന്നെ പി വി പാനൽ എന്താ പി വി അറിയായിരിക്കും അല്ലെ? എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ബെറ്റർ ചോയ്സ് ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ദ സോളാർ സെൽ വർക്ക്സ്. സോളാർ സെല്ല് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടിക് എഫക്ട് ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോളാർ സെൽസ്. സോളാർ സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താ സിലിക്കൺ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. സോളാർ സെൽ കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ദ ടിപ്പിക്കൽ ഔട്ട്പുട്ട് ഓഫ് എ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെൽ ഈസ് എത്ര വോൾട്ട് ആണ്? 0.6 വോൾട്ട് അല്ലേ? Which of the following statements are correct? Which of the following statements are correct? The top surface of solar cell consists of an extremely thin layer p-type material. The solar modules uses photons in the sun. Electricity is watt per square meter. Watt per square meter ആണോ? അല്ലല്ലോ. അല്ല. അപ്പോ ബോത്ത് 1 and 2 അല്ലേ? ഓപ്ഷൻ എ അല്ലേ? ഓക്കെ. വോൾട്ട് പെർ അല്ലല്ലോ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി സോളാർ പാനൽസ്? സോളാർ പാനൽസിന്റെ കേസിൽ പറയുമ്പോൾ സോളാർ സെല്ലെല്ലാം കൂടി സോളാർ മൊഡ്യൂൾ ആണോ? അല്ല. സോളാർ സെൽ ആർ മേഡ് ഓഫ് സിലിക്കൺ. സോളാർ പാനൽ മസ്റ്റ് ബി ഇൻസ്റ്റാൾ ഇൻ എ പ്രോപ്പർ ടിൽറ്റ് ആംഗിൾ. ഓക്കെ. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ 2. സോറി, ഓപ്ഷൻ 2 and 3 അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 46. Which of the following statement are correct regarding the demerits of solar energy? Which of the following statements are correct regarding the demerits of solar energy? High initial cost ആണ്, less reliable and less efficiency ആണ്, cannot be used for base load demand. കറക്റ്റ് ആണ്. മൂന്നും ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ്. Which method of power generation has low production and maintenance cost? Hydroelectric അല്ലേ? Which method of power generation is most complex? മോസ്റ്റ് കോംപ്ലക്സ് ഏതാ? ന്യൂക്ലിയർ അല്ലേ?
an example of conventional type coordination is conventional non conventional ഉണ്ട് അതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൺവെൻഷനിൽ ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് ആണ് കൺവെൻഷനിലെ എക്സാമ്പിൾ. നോൺ കൺവെൻഷണൽ എക്സാമ്പിൾ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. വിച്ച് ടർബിൻ ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഹെഡ്? നമ്മൾ കുറെ പ്രാവശ്യം നമ്മളവിടെ പറഞ്ഞു അല്ലെ, ഏതാ? ഇമ്പൾസ് ടർബിൻ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ എന്ന് പറയാം. 51 എക്സാമ്പിൾ ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. അതിനകത്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഏതാ? സണ്ണ് അല്ലെ. An 8-pole alternator produces 50 hertz supply. What will be the speed in RPM? എന്ന് പറഞ്ഞാൽ 120f/p ആണ്. അപ്പൊ 120 into 50 divided by 8, 4 times ohm. ഇവിടെയോ? സോറി, നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്താ പോരെ. 2 into 4 8 വരും, 30 × 4 120 വരും. അപ്പോ ഇത് 25 വന്നു. അപ്പൊ 30 × 25 പറയുമ്പോ 750. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. വിച്ച് among the following pairs are not matched? ഏതാ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആൾട്ടർനേറ്റർ, സോളാർ പവർ പ്ലാന്റ് പി വി സെല്ല്, തെർമൽ പവർ പ്ലാന്റ് ആൾട്ടർനേറ്റർ, വിൻഡ് പവർ പ്ലാന്റ് ഇൻഡക്ഷൻ മോട്ടർ. നോട്ട് മാച്ച്. അടുത്ത ക്വസ്റ്റിനോട് പോകാം. വിച്ച് among the following statements are not true regarding the generating stations? നോട്ട് ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ബേസ് ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂട്ടബിൾ ആണ്. ദ ലോഡ് ഓൺ പവർ സ്റ്റേഷൻ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഡേ. കറക്റ്റ് ആണ്. ഹൈ വാല്യൂ ഓഫ് ലോഡ് ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് ഹൈലി വേരിയബിൾ ലോഡ് ഓൺ പവർ സ്റ്റേഷൻ ആണോ? അല്ല. വാല്യൂ ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ബെറ്റർ ചോയ്സ് ആണ്. 55 വിച്ച് വൺ among the following statement is not true for an interconnected grid system? ഇന്റർകണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ കേസിൽ പറയുമ്പോൾ നോട്ട് ട്രൂ ആണ് പറഞ്ഞത്. റെഡ്യൂസിംഗ് ദി പവർ പ്ലാന്റ് capacity, it increases the reliability of supply. Interconnected system avoids the use of old and less efficient plants. അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻക്രീസ് ഇൻ ഡൈവേഴ്സിറ്റി ഫാക്ടർ കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ബെറ്റർ ചോയ്സ് ആയിട്ടുണ്ടാവും കേട്ടോ. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിലിപ്പം സർജ് ടാങ്ക്, പെൻസ്റ്റോക്ക്, ഡാം എന്നൊക്കെ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുമായിട്ട് പവർ പ്ലാന്റായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്കണോമൈസർ അല്ല. എക്കണോമൈസർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. 57 ഐഡന്റിഫൈ ദ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഫ്രം ദി ഫോളോയിങ്. ഇതിൽ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ടൈം ഇസ് നോൺ ആസ്. ഡിസ്ചാർജും ടൈമും ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കർവ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. അറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ ദ ആർമേച്ചർ ഫ്ലക്സ് ഇൻ ആൾട്ടർനേറ്റർ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ കയറി വന്നതാണ്. ഇല്ല, റോട്ടർ ഫ്ലക്സ് എയ്ഡ്സ് ദി റോട്ടർ ഫ്ലക്സ് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് കോർഡിനേഷൻ? നോൺ കൺവെൻഷണൽ ടൈപ്പ് ഏതാ ഇതിൽ? ടൈഡൽ പവർ പ്ലാന്റ് അല്ലെ. വിച്ച് ഇസ് ദ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിന്റെ മെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ കുറെ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മീഥേൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ എക്കണോമൈസർ യൂസ് ടു ഹീറ്റ്. എക്കണോമൈസർ എന്താ? ഫീഡ് വാട്ടറിന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ഇൻ തെർമൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഫോർ പവർ ജനറേഷൻ വിച്ച് ടൈപ്പ് ഓഫ് ഫ്യൂൽ ഈസ് യൂസ്ഡ്? നമ്മൾ നേരത്തോട്ട് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. യുറേനിയം 235. കൺഫ്യൂഷൻ ആവല്ലേ. ദ യൂസ് ഓഫ് എക്കണോമൈസർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ് ടു ഹീറ്റ് അപ്പ് ദി ഫീഡ് വാട്ടർ അല്ലെ. ഓപ്ഷൻ എ ആണ് ബെസ്റ്റ് ചോയ്സ്. അടുത്ത അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് ടിപ്പിക്കൽ തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷന്റെ കേസിലെ എഫിഷ്യൻസി പറഞ്ഞാൽ വളരെ ലോ ആണ്. അപ്രോക്സിമേറ്റ്ലി 25 to 35 അല്ലെങ്കിൽ 26 to 36% ആണ് നമ്മളവിടെ പറയുന്നുണ്ടാവുക. വിച്ച് ഡിവൈസ് ഹീറ്റ്സ് ദി ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ബോയിലർ ബൈ ഡ്രൈവിംഗ് ദി ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസ് ഇൻ ദി സ്റ്റീം പവർ പ്ലാന്റ്? ഡയറക്റ്റ് ഡെഫിനേഷൻ ആണ് ചോദിച്ചിരുന്നല്ലോ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ എക്കണോമൈസർ. വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് കണ്ടൻസർ ഇൻ സ്റ്റീം പവർ പ്ലാന്റ്? കണ്ടൻസറിന്റെ ഫംഗ്ഷൻ എന്താ? It creates very low pressure at the exhaust of turbine and the condensed steam can be used as a feed water to boiler. Both A and B. Option C ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന്റെ കേസിൽ ഏതാണ് കറക്റ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എനർജി ജനറേറ്റ് ബൈ യൂസിംഗ് വിൻഡ്, ടൈഡ്സ്, സോളാർ, ജിയോതെർമൽ ഹീറ്റ്, കറക്റ്റ് ആണ്. റിന്യൂവബിൾ ആൻഡ് ഡു നോട്ട് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, കറക്റ്റ് ആണ്. എനർജി ജനറേറ്റ് യൂസിംഗ് ഫ്യൂവൽ ലൈക്ക് കോൾ, അല്ല. അപ്പം 1 and 2 ഓപ്ഷൻ സി ആണ്, സോറി ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1 and 2 ആർ കറക്റ്റ്. Which component of steam power station is fully extract heat from the flue gases and give it to the furnace for cold combustion? It is nothing but our air preheater. Okay. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ. വിൻഡ് പവർ ജനറേഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? നമുക്കറിയാം, വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റഡി. അല്ല, അതായത് ഒരു കോൺസ്റ്റന്റ് അല്ല. നമുക്ക് എപ്പോഴും ഒരേ വിൻഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവില്ല. അതാണ് അവിടെ റീസൺ. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ബാക്കിയുള്ളതൊക്കെ ഇതിലിപ്പം ലോങ് ടൈം ടു കൺസ്ട്രക്ട് എന്ന് പറയാണ്ട് പിന്നെ പൊല്യൂട്ടിംഗ് ആണോ? അല്ല. മിക്കർ ഹൈ ടെക്നോളജി ആണോ? അല്ല. ഇതില് ഡി ആണ് ബെറ്റർ ചോയ്സ്. ദ പവർ ജനറേഷൻ വിൻഡ് മിൽ ഡിപ്പെൻസ് അപ്പോൾ വിൻഡ് വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. വിച്ച് ഡിവൈസ് സെൻസസ് ദി വിൻഡ് സ്പീഡ് ഇൻ വിൻഡ് മിൽ? ടർബൈൻ കൺട്രോളർ ആണ് സെൻസ് ചെയ്യുന്നുണ്ടാവാം. വിച്ച് ആർ ദി ഫോളോയിങ് കമ്പോണൻസ് യൂസ്ഡ് ഇൻ വിൻഡ് പവർ ജനറേഷൻ? വിൻഡ് പവർ ജനറേഷൻ അവിടെ റോട്ടർ ബ്ലേഡ്സും ഉണ്ട്, അതേപോലെ ഗിയർ ബോക്സും ഉണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബോത്ത് എ ആൻഡ് ഡി. ഓക്കെ, അപ്പൊ നമ്മളവിടെ 9 മൊഡ്യൂൾ നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10ാമത്തെ മൊഡ്യൂളാണ് ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.